ഭരതനാട്യം 2 മോഹിനിയാട്ടം തിയേറ്ററിൽ പോയി കണ്ടു. സിനിമ കണ്ടുള്ള എൻ്റെ ഒരു ഇനീഷ്യൽ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു വീക്കെൻഡിൽ അല്ലെങ്കിൽ ഒരു ശനിയോ ഒരു ഞായറോ വെള്ളിയാഴ്ചയോ ഒക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ശരിക്കും ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് ശരിക്കും മോഹിനിയാട്ടം. നമുക്ക് എന്തായാലും തിയേറ്ററിൽ പോയി കാണുന്നതിനകത്തൊരു നമുക്കൊരു പ്രശ്നം തോന്നി. നമ്മളുടെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കണ്ട് നമുക്ക് നല്ല രീതിയിൽ കുറച്ച് നേരം ചിരിക്കാനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് മോഹിനിയാട്ടം. അപ്പോൾ സിനിമയെ പറ്റി വിശദമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ സിനിമയുടെ കഥയിലേക്ക് വരാം. സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഭരതനാട്യം കണ്ട ആൾക്കാരാണ് നമുക്കറിയാം. എല്ലാവരും തന്നെ ഭരതനാട്യം കണ്ടിട്ടുണ്ടാവും. മോഹിനിയാട്ടം കാണാൻ പോകുമ്പോൾ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഭരതനാട്യം കാണണം. കാരണം ഇപ്പോൾ ഭരതനാട്യത്തിനകത്ത് ഇപ്പോൾ കഥയിലേക്ക് വരികയാണെങ്കിൽ ഭരതനാട്യത്തിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ഭരതൻ എന്ന് പറയുന്ന സായികുമാർ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ചില പ്രവൃത്തികളും പുള്ളിയായിട്ട് ചുറ്റിപ്പറ്റിയുള്ള ഇൻസിഡൻറ്റും അതിൽ ഭരതൻ നായർ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ഫസ്റ്റ് പാർട്ട് സിനിമ നമുക്കറിയാമല്ലോ. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേ പ്ലോട്ട് നിലനിർത്തിക്കൊണ്ട്, അതായത് ഭരതൻ നായർ എന്ന് പറഞ്ഞ കഥാപാത്രം ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ചെയ്തത്, അതിൻ്റെ പുള്ളിയുടെ ചില വിക്രിയകളുടെയും ചില പ്രവൃത്തികളുടെയും തുടർച്ചയായിട്ട് അയാളുടെ കുടുംബം വീണ്ടും അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ശരിക്കും മോഹിനിയാട്ടം. ഈ മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട പ്ലോട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഭരതനാട്യത്തിൽ ഭരതൻ്റെ ആട്ടങ്ങളും ഭരതൻ്റെ പരിപാടിയായിരുന്നു മെയിനെങ്കിൽ, സെക്കൻഡിൽ അതായത് മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പം മോഹിനി, അതായത് ഭരതൻ്റെ ഭാര്യയായിട്ടുള്ള മോഹിനി അമ്മയുടെ ആട്ടമാണ് ശരിക്കും മോഹിനിയാട്ടം. അതാണ് എനിക്ക് തോന്നുന്നത് മോഹിനിയാട്ടം സിനിമയ്ക്ക് പേര് കൊടുക്കാൻ കാരണം തന്നെ ചിലപ്പം അതായിരിക്കാം. പുള്ളിക്കാരിയാണ് ഈ പടത്തിൽ ഒരു സെൻറ്റർ ഓഫ് കോൺഫ്ലിക്റ്റ് കൊണ്ടുവരുന്നതും സെൻട്രൽ ക്യാരക്ടർ എന്നൊക്കെ വേണേൽ സിനിമ കണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം അതാണ്. പുള്ളിക്കാരിയാണ് ഈ പടത്തിൻ്റെ സെൻറ്റർ ഓഫ് കോൺഫ്ലിക്റ്റും സെൻറ്റർ ഓഫ് ക്യാരക്ടറും ഒക്കെ പുള്ളിക്കാരിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സിനിമ തുടങ്ങുമ്പം പിന്നെ നമ്മുടെ ഈ സ്മോക്കിംഗ് വാണിംഗ് ഒക്കെ കാണിക്കുമല്ലോ, സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത് സാധനമൊക്കെ, അതൊക്കെ കൊടുത്തേക്കുന്നത് പുള്ളിക്കാരുടെ സൗണ്ടില്ല. മോഹിനിയായിട്ട് അഭിനയിക്കുന്ന ഈ സായികുമാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആക്ടറുടെ ആ സൗണ്ടിലാണ് സാധനം കൊടുത്തേക്കുന്നത്. അവിടെ തൊട്ട് തന്നെ പുള്ളിക്കാരുടെ ഇമ്പോർട്ടൻസ് നമുക്ക് സിനിമയ്ക്ക് അത് മനസ്സിലാക്കി തരും. പുള്ളിക്കാരി എത്രത്തോളം സിനിമയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന്. ഫസ്റ്റ് പാർട്ടിൻ്റെ അവസാനം രണ്ടാമത്തെ ഭാര്യയും കൂടെ ഫാമിലിയിലേക്ക് വരും. എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് വേറൊരു സ്ഥലത്തേക്ക്, അതായത് വേറൊരു ടെറൈനിലേക്ക് കഥ ചെറുതായിട്ട് പ്ലേസ് ചെയ്യപ്പെടും. അവിടെയാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ അവർ ലൈഫിലേക്ക് പുതുതായിട്ടൊരു ക്യാരക്ടർ വരും. ആ ക്യാരക്ടറും അയാളെ ചുറ്റിപ്പറ്റിയുള്ള കോൺഫ്ലിക്റ്റുമാണ് ഈ സെക്കൻഡ് പാർട്ട് മോഹിനിയാട്ടം. എനിക്ക് തോന്നി സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ആയിട്ടുള്ള, അതൊരു ഡാർക്ക് ഹ്യൂമർ ജോണറിൽപ്പെട്ടൊരു സിനിമയാണ് ഈ സിനിമ. അതായത് ഇതിനകത്ത് ഹ്യൂമറിന് കൊടുത്തേക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഭക്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലോട്ടാണല്ലോ പ്രധാനമായിട്ട് ഈ സിനിമയ്ക്കകത്ത് ഉള്ളൊരു മെയിൻ കാര്യം, ഭക്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലോട്ടാണ്. അപ്പോൾ അതിലേക്കൊക്കെ വരുമ്പോൾ ഈ സിനിമയിൽ നമ്മൾ ഭരതനാട്യത്തിൽ കണ്ട സാധനമല്ല, അതിൻ്റെയൊക്കെ എക്സ്ട്രീം ഇട്ടിട്ട് ഇതിനകത്ത് എൻ്റെ പൊന്നെ എനിക്കത് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ സ്പോയിലറായിപ്പോയി. ഇതിനകത്ത് നമ്മുടെ ഭരതചേട്ടൻ കാണിച്ചു കൂട്ടുന്നത് ചില അടിപൊളി വിക്രികളൊക്കെ ഉണ്ട്. അത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടാലേ നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ അത് പുള്ളി ലെവലാണ് ശരിക്കും. സായികുമാറിനെ പടത്തിന് തുടക്കത്തിലെ സായികുമാറിന് നന്ദി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ച് സായികുമാറിനെ ചോദിച്ചാൽ ഫസ്റ്റ് പാർട്ടിലെ കൊള്ളതുകൊണ്ടായിരിക്കും പുള്ളിക്ക് ഒരു നന്ദി എന്നിങ്ങനെ ആലോചിച്ചു. പക്ഷേ അതൊന്നുമല്ല, പുള്ളിയുടെ ക്യാരക്ടർ എടുത്തിട്ട് അവർ കൊടുത്തേക്കുന്ന ആ ക്യാരക്ടറിന് കൊടുത്തേക്കുന്ന ബാക്ക് സ്റ്റോറി, ആ കഥാപാത്രത്തിൻ്റെ ബാക്ക് സ്റ്റോറി, അയാൾ അന്ന് കാട്ടിക്കൂട്ടിയ ചില വിക്രിയകളും അയാളുടെ ചില കുതന്ത്രങ്ങളും അയാളുടെ മൈൻഡ് സെറ്റും ഒക്കെ നമുക്ക് ആ ക്യാരക്ടറിനെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ആ ക്യാരക്ടർ സായികുമാറിൻ്റെ ക്യാരക്ടറിനെ പൂർണ്ണമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ആ ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ ബാക്ക് സ്റ്റോറീസ് ഒക്കെ കുറേയും കൂടെ ഈ പടത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. മേ ബി എനിക്ക് തോന്നുന്നു ഇനി ഇതിനൊരു പാട്ടും കൂടെ ചെയ്താൽ പോലും ഈ പുള്ളിയുടെ ക്യാരക്ടറിന് ആ ട്രേറ്റ് ഉണ്ടാവും. അത്ര ഡെപ്ത് ഉണ്ട് ഈ ഭരതനായർ എന്ന് പറയുന്ന ക്യാരക്ടർ. അത്രയ്ക്ക് രസമായിരുന്നു ആ ക്യാരക്ടർ മെയിനായിട്ടും പറയുകയാണെങ്കിൽ. പിന്നെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിനിമയിലെ പെർഫോമൻസാണ് ഈ സിനിമയുടെ ഏറ്റവും കോർ എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അഭിനയിക്കുന്ന എല്ലാവരും, അതായത് ഫസ്റ്റ് പാർട്ടിലുള്ള ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഈ പടത്തിലും അടിപൊളിയായിട്ട് തകർത്തിട്ടുണ്ട്. എല്ലാവർക്കും കിടിലൻ റോളായിരുന്നു. ഈ പടത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ്, അതായത് നമ്മുടെ പാളിയമ്മാൾ കഥാപാത്രങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ അല്ലാതെ പുതുതായിട്ട് ഈ സിനിമയിലേക്ക് വന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ജഗദീഷേട്ടനുണ്ട്. ജഗദീഷേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. പുള്ളിക്കൊന്നും അങ്ങനെ ഒരു ഓവറോൾ പരിപാടിയല്ല, പക്ഷേ ഉള്ള സമയത്ത് പിന്നെ സുരാജ് ചേട്ടൻ്റെയൊക്കെ ഒരു രക്ഷയില്ല. പുള്ളിയൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന ചൊറിയന്മാരായിട്ടുള്ള അമ്മാവന്മാരെ അതേ ഡെപ്തിൽ അതുപോലെ ഭംഗിയായിട്ട് പുള്ളി പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി എൻ്റെ മോനെ ഞാൻ പറഞ്ഞ ചില നിശബ്ദമായിട്ടുള്ള പുള്ളിയുടെ അഭിനയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അത് അഭിനയമല്ല, നമ്മളത് കണ്ടാൽ നമ്മൾ ചിരിച്ച് മടുക്കും. പുള്ളി ഒന്നും ചെയ്യുന്നില്ല. ചില സീനുകളിലൊക്കെ പുള്ളി ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്നുള്ളൂ, പക്ഷെ രക്ഷയില്ല. നമുക്ക് സിനിമ കണ്ടാലും മനസ്സിലാകത്തുള്ളൂ. അതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് മെയിനായിട്ടും എനിക്ക് ഈ സിനിമയോട് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതിനകത്ത് ഒരു കഥ പറയുന്നുണ്ട്, ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ പറയുന്നുണ്ട്. ഭരതൻ നായർ ക്രിയേറ്റ് ചെയ്തൊരു കഥയെപ്പറ്റി സിനിമയ്ക്കകത്ത് സംസാരിക്കുന്നുണ്ട്. അത് മോനെ ഒരു രക്ഷയില്ല. അത് വരുമ്പോൾ സിനിമ പതുക്കെ ഒരു ആനിമേഷൻ മൂഡിലേക്കൊക്കെ മാറി പഴയ ഒരു മിത്ത് കഥ, ഒരു മിസ്റ്ററിയൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് മാറി സിനിമ ഒരു ആനിമേഷൻ ഫോർമാറ്റിലേക്ക് മാറുക. അവിടെയൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ചിരിച്ച് മടുക്കും. ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തിയേറ്റർ ഹൗസ്ഫുൾ ഒന്നും അല്ലാതെ, കാരണം എനിക്ക് തോന്നുന്നു വായറ്റൊക്കെ ഉള്ളത് കൊണ്ടും ഈ സിനിമയ്ക്ക് അത്ര സ്റ്റാർകാസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിനിമയ്ക്ക് ആൾ കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, അവിടെ തിയേറ്ററിൽ ഇരുന്ന ഫുൾ ആൾക്കാർ, ഞാനും ഇപ്പം എൻ്റെ ഫ്രണ്ടും കൂടെ സിനിമ കാണാൻ വേണ്ടി പോയി, ഞങ്ങളും ഞങ്ങളെ കൂട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം ചിരിച്ചു മറിഞ്ഞ ഒരുപാട് സീനുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. സത്യം പറഞ്ഞാൽ
അത് അടിപൊളിയാണ് സിനിമയ്ക്കകത്തെ കാര്യങ്ങൾ. പിന്നെ എല്ലാവരും തന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയാണ് സിനിമയ്ക്കകത്ത് വന്നതും പോയതും. പിന്നെ സിനിമയിൽ ഏറ്റവും മെയിനായിട്ട് എടുത്തു കൊണ്ട് പെർഫോമൻസ് വിനയ് ഫോർട്ടിൻ്റെ. വിനയ് ഫോർട്ട് മോനെ, അത് ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടർ ഇങ്ങോട്ട് വരും. പുള്ളി വന്ന് കഴിയുമ്പോൾ പടം അങ്ങോട്ട് ശരിക്കും ഓണാവും. പുള്ളിയുടേതായിട്ടുള്ള ഒരു സാധനങ്ങൾ, പുള്ളിയുടെ ചില പെർഫോമൻസിൻ്റെ ഏരിയകളൊക്കെ ഉണ്ടല്ലോ, പുള്ളിയുടെ ചില കോമഡികൾ, പുള്ളിയുടെ ചില സംഭവങ്ങൾ, പുള്ളിയുടെ കുറച്ച് മണ്ടത്തരങ്ങൾ, അതെല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. അതെല്ലാം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഈ സിനിമയ്ക്കകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. സൈജു കുറുപ്പിൻ്റെ ആ ഒരു പിരികത്തിൻ്റെ ഒരു പരിപാടിയും പിരിക ഇങ്ങനെ പൊക്കി കണ്ണ കൊണ്ടുള്ള ചില നാട്യങ്ങളും സാധനങ്ങളും ഒക്കെ അതൊക്കെ ഈ സിനിമയിലും ഉണ്ട്. പുള്ളി അടിപൊളിയായിട്ട് തകർത്തിട്ടുണ്ട്. എനിക്ക് ഭരതനാട്യം കണ്ടപ്പം സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടറിനോട്, ഞാൻ അങ്ങനെയുള്ള ക്യാരക്ടറിനെ ശരിക്കും ഒത്തിരി കണ്ടിട്ടുണ്ട്. സൈജു കുറുപ്പിൻ്റെ കഥാപാത്രങ്ങളെ പോലെ ഇപ്പം വീട്ടിലെല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് എല്ലാ പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ചില കഥാപാത്രങ്ങളുള്ള, അച്ഛൻ കഴിഞ്ഞാൽ വീട്ടിൽ അങ്ങനെയുള്ള കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളൊരു സാധനം പിടിച്ചിട്ട് സെക്കൻഡ് പാർട്ടിലും എല്ലാ വള്ളികളും ഹാൻഡിൽ ചെയ്യുന്ന സൈജു കുറുപ്പ് തന്നെയാണ്. ഇതിനകത്ത് ഒരു ഷോട്ടുണ്ട്, ഇതിനകത്തൊരു സെൻട്രൽ കോൺഫ്ലിക്റ്റ് നടന്നു കഴിയുമ്പം എല്ലാവരും പാനിക്കായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ സൈഡിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഇവരെല്ലാം കഥാപാത്രങ്ങളെല്ലാം പെട്ടെന്നോട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടർ അമ്പലത്തിൽ പോയിട്ട് വരുന്നൊരു ഷോട്ടുണ്ട്. മോനെ നമുക്ക് കണ്ടിട്ട് നമുക്ക് ചിരിയാണോ ആ കഥാപാത്രത്തിനോട് സഹതാപമാണോ എനിക്കറിയാൻ പറ്റില്ല. എല്ലാം പുള്ളി ഭയങ്കര സമാധാനമായിട്ടൊരു വെള്ളമുണ്ടും ഒരു ഗന്ധർവനൊക്കെ വരുന്ന ഒരു വെള്ളമുണ്ടും വെള്ളത്തോർത്തൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ പോയി ആൾക്കാരോടൊക്കെ ഭയങ്കര സൗമ്യമായിട്ട് സംസാരിച്ച് പുള്ളി നടന്നു വരുന്നൊരു ഷോട്ടൊക്കെ ഉണ്ട്. സത്യം പറ ശരിക്കും ചിരിച്ചു കേട്ടോ ആ സീനെ കണ്ടു കഴിഞ്ഞിട്ട്. നല്ല രസമുണ്ടായിരുന്നു സൈജു കുറുപ്പിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. പുള്ളിയുടെ ഒരു ഓറയാണ് മൊത്തത്തിൽ ഓവറോൾ പടത്തിൽ. നല്ല രസമുണ്ട് പുള്ളിയുടെ പെർഫോമൻസ്, എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ സിനിമയിലേക്ക് മെയിനായിട്ടും ടെക്നിക്കൽ ഏരിയയിലേക്ക് വരികയാണെന്നുള്ള ഞാൻ പറഞ്ഞു. ഈ ഭരതനാട്യം ഫസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് അങ്ങനെ ഇതിൻ്റെ ഒരു മേക്കിംഗ് വൈസിൽ ഇതിനകത്ത് നമുക്ക് ഒരുപാട് എന്താ പറയണേ, ഇപ്പോൾ കഥ എക്സ്പ്ലോർ ചെയ്യുന്നു, ആ കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നു, സിറ്റുവേഷൻസ് നല്ല രസകരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുന്നതിനപ്പുറമായിട്ട് ഇപ്പോൾ ക്യാമറ കൊണ്ടുള്ള ഒരുപാട് ഭയങ്കര ഷോർട്ട് മേക്കിങ്ങുകളോ ഭയങ്കര ലൈറ്റിംഗ് എഫക്റ്റുകളോ അങ്ങനെയൊന്നും സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം ചിലപ്പം അവരങ്ങനെ മേക്ക് ചെയ്താണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര രസമായിട്ട്, അതായത് നമ്മളെ ഒരു വീട്ടിലൊക്കെ കാണുന്ന ഒരു സാധാരണ വളരെ നോർമലായിട്ടുള്ള ഒരു മേക്കിംഗ് പരിപാടിയാണ് ഈ ഭരതനാട്യത്തിലും ചെയ്തിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെയാണ് ഈ മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊന്നും ഭയങ്കര വ്യത്യാസമായിട്ടൊന്നും അല്ല ചില സംഭവങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്. പ്രൊഡക്ഷൻ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സിനിമയും ഭരതനാട്യത്തിലെ പോലെ തന്നെ ഭയങ്കര മിനിമം ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഭരതനാട്യത്തിലെ പോലെ തന്നെ ഒരു വീടിനെ ചുറ്റിപ്പറ്റി ആണ് മെയിനായിട്ട് ഈ കഥ നടക്കുന്നത്. ഒരു വീട്, പിന്നെ അവിടെ ഷൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അമ്പലമുണ്ട്. ആ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ, അത് സെറ്റാണ് ഒറിജിനൽ ആണോ എനിക്കറിയില്ല, പക്ഷെ അതൊക്കെ ഭയങ്കര രസമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല രസമാണ്, നല്ല വിശ്വസനീയമായ രീതിയിൽ പടം എന്തായാലും പ്രൊഡക്ഷൻ ഡിസൈൻ്റെ ഭാഗത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വരികയാണെങ്കിൽ മ്യൂസിക്, ക്യാമറ അങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ എല്ലാം തന്നെ അടിപൊളിയായിരുന്നു. എല്ലാം നമുക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ മ്യൂസിക്കിൻ്റെ ഏരിയകൾ ഞാൻ പറഞ്ഞില്ല, പടത്തിൽ ഇങ്ങനെ ഈ എൻഡ് ടു എൻഡ് പല സീനുകളും കോമഡി ആയിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും മ്യൂസിക് ഉപയോഗിച്ചിട്ട് പല സീനുകളെയും എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. പല സമയത്ത് നമുക്കത് ഇവിടെ യൂസ് ചെയ്ത ചില മ്യൂസിക്കുകൾ ഇപ്പം ഒന്ന് രണ്ട് ഏരിയകളിലൊക്കെ ഇവരുടെ ഒന്ന് രണ്ട് ട്രാക്കിംഗ് ഷോട്ടുകളിലൊക്കെ ഫുള്ളായിട്ട് മ്യൂസിക് യൂസ് ചെയ്തിട്ട് നമ്മളെ കുറച്ചുകൂടെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് മ്യൂസിക് ഡയറക്ടറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും. അങ്ങനെ ഓൾ ടെക്നിക്കലൊക്കെ പറയുകയാണെങ്കിൽ പടം അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓവറോൾ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഇപ്പോൾ വാഴ 2 പോലല്ല. വാഴ 2 എന്ന് പറയുമ്പം നമുക്ക് കോമഡി ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരു ഇമോഷണൽ സാധനങ്ങളൊക്കെ തരുന്നുണ്ട്. ഈ സിനിമ പക്ഷേ അങ്ങനല്ല. ഇതിനപ്പുറമായിട്ട് ഇതിൽ കുറച്ചും കൂടെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള കുറച്ചുകൂടെ ഒരുപാട് നമുക്ക് ചിരിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ഈ മോഹിനിയാട്ടം 2 ഭരതനാട്യം 2. പിന്നെ സിനിമയുടെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇൻ്റർവെൽ വരെയൊക്കെ പടം ഓണായിരുന്നു, അടിപൊളിയായിരുന്നു, ചിരിക്കാൻ ഒരുപാടുണ്ട്, അതിനിടയ്ക്ക് കഥ നന്നായിട്ട് നല്ല രീതിയിൽ കഥ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇൻ്റർവെൽ കഴിഞ്ഞ സമയത്ത് എനിക്ക് സിനിമയ്ക്കകത്ത് കുറച്ചൊരു ചെറിയൊരു ഇഴച്ചിൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു, ആ ഒരു ഏരിയ മാത്രം. അത് കഴിഞ്ഞിട്ട് പടം ഞാൻ പറഞ്ഞില്ല, വിനയ് ഫോർട്ടിൻ്റെ എൻട്രി കഴിഞ്ഞിട്ട് പടത്തിന് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ടെൻഷൻ നമുക്ക് തന്നിട്ട് പടം നമ്മളെ കുറച്ചുകൂടെ എൻ്റർടൈനർ ആക്കും. ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പടം രസമാണ്, നല്ല രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സിനിമ സത്യം പറഞ്ഞാൽ ഭരതനാട്യം. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കി നിർത്തിയാൽ വേറെ പ്രശ്നങ്ങളൊന്നും സിനിമയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എന്തായാലും ഞാനിപ്പം തിയേറ്ററിൽ പോയിരുന്ന ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 1.25 മണിക്കൂറും ചിരിക്കാനുള്ള സാധനം പടത്തിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യുകയും ചിരിക്കാനും പറ്റുന്ന ഒരു സാധനം പടത്തിലുണ്ടായിരുന്നു. അപ്പം കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഭരതനാട്യം ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ബെറ്റർ എന്നുള്ളൊരു ചോദ്യം എൻ്റെ അടുത്തോട്ട് വന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കുറേ കൂടെ ചിരിച്ച് എൻ്റർടൈൻ ചെയ്ത് ഭരതനാട്യം 2 ആണ്. കുറച്ചുകൂടെ നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നുന്നത് ഭരതനാട്യം ഫസ്റ്റാണ്. ആദ്യത്തെ സിനിമ ലവർ എൻ്റെ വ്യൂവിൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീക്കിൽ തിയേറ്ററിൽ പോയി കണ്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് മോഹിനിയാട്ടം ഭരതനാട്യം 2. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പം ബൈ.